രാജ്യത്തെ നടുക്കിയ പേൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രോക്സി ഗ്രൂപ്പായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ആണ്. ഏപ്രിലിൽ കാശ്മീരിലെ പേൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തെ തുടർന്ന് TRFനെ വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഭീകര സംഘടനയായി സ്ഥിരീകരിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. പേൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരായ നിരവധി ആക്രമണങ്ങൾക്കും TRF ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെന്നും വ്യാഴാഴ്ച പ്രസ്താവനയിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 219, എക്സിക്യൂട്ടീവ് ഓർഡർ 13224 എന്നിവ പ്രകാരം TRFനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളെയും വിദേശ ഭീകര സംഘടനാ പട്ടികയിലും അതുപോലെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് SDGT പട്ടികയിലും ഉൾപ്പെടുത്തിയതായി റൂബിയോ വ്യക്തമാക്കി. ഈ ഭേദഗതികൾ ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. തീവ്രവാദത്തിനെതിരായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിബദ്ധതയാണ് ഈ നടപടി തെളിയിക്കുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ദേശീയ സുരക്ഷാ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിനും തീവ്രവാദത്തെ ചെറുക്കുന്നതിനും പേൽഗാം ആക്രമണത്തിന് നീതി ലഭിക്കുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ-ഇ-തോയ്ബ ഇന്ത്യയിൽ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ഏറ്റവും മാരകമായ ഭീകരാക്രമണമായാണ് US ഉദ്യോഗസ്ഥർ പേൽഗാം ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പേൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണമുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ മതം തിരക്കി മുസ്ലിം അല്ലെന്ന് ഉറപ്പുവരുത്തി സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കശ്മീർ റെസിസ്റ്റൻസ് എന്ന പേരിലും അറിയപ്പെടുന്ന TRF നേരത്തെ പേൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം സംഘടന തങ്ങളുടെ പ്രസ്താവന പിൻവലിക്കുകയും ആക്രമണത്തിൽ പങ്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ ആഴ്ച ആദ്യം UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യയിൽ അടുത്തിടെയുണ്ടായ പേൽഗാം ഭീകരാക്രമണത്തെ ഉദ്ധരിച്ച് തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഊന്നി പറഞ്ഞു. ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കവെയാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ലോകത്തെ 3 തിന്മകൾ കീഴടക്കിയിട്ടുണ്ടെന്ന് ജയശങ്കർ എടുത്തു പറഞ്ഞു. ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം ഇവ പലപ്പോഴും ഒരുമിച്ച് സംഭവിക്കാറുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. പാകിസ്ഥാനും US തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിൽ ഇന്ത്യ അസ്വസ്ഥരാണെങ്കിലും ഏറ്റവും പുതിയ നീക്കം ട്രംപ് ഭരണകൂടം തീവ്രവാദം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകുന്നുവെന്നും ജയശങ്കർ വ്യക്തമാക്കി. ശക്തമായ ഇന്ത്യ-USA തീവ്രവാദ വിരുദ്ധ സഹകരണത്തിന്റെ മറ്റൊരു പ്രകടനമാണെന്നും റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ നിയുക്ത വിദേശ തീവ്രവാദ സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകര സംഘടനയായും പട്ടികപ്പെടുത്തിയതിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നുവെന്നും US ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു. ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു പ്രതിനിധിയാണ് TRF. ഏപ്രിൽ 22 പേൽഗാമിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ടോപ്പ് ഇന്റലിജൻസ് സോഴ്സുകളുടെ റിപ്പോർട്ട് പ്രകാരം 2019 ഒക്ടോബറിൽ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് TRF ഉയർന്നു വന്നത്. മാതൃഗ്രൂപ്പായ LETയിൽ നിന്ന് വ്യത്യസ്തമായി TRF വിശാലമായ ആകർഷണത്തിനും അന്താരാഷ്ട്ര പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി മതേതര ചിഹ്നങ്ങളും വാചോപടങ്ങളും മനഃപൂർവ്വം സ്വീകരിച്ചു. ബ്രാൻഡിംഗ് ഉണ്ടായിരുന്നിട്ടും LET ഈ ഗ്രൂപ്പിൽ ശക്തമായ സ്വാധീനം നിലനിർത്തുന്നുണ്ട്.